യാത്രകൾ തുടങ്ങുന്നു. ഞാൻ താഹിർ. ഇന്നത്തെ യാത്ര ഒറ്റക്കല്ലാട്ടോ. ലക്ഷദ്വീപിൽ നിന്ന് വന്ന നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ട്. കാശ്മീരിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനുകളിൽ ഒന്ന് പെഹൽഗാം. പോകുന്ന വഴി ചെക്കിങ്ങിനായി വാഹനം നിർത്തി. എന്തിന്റെ ചെക്കിംഗ് ആണെന്നല്ലേ പറയാം. അമർനാഥ് യാത്ര ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന യാത്രകളിൽ ഒന്ന്. ഇവിടെ വർഷത്തിലെ പ്രത്യേക കാലയളവിൽ ഗുഹയ്ക്കുള്ളിൽ മഞ്ഞ് രൂപപ്പെടുകയും അതിനെ ശിവലിംഗമായി ആരാധിക്കുകയും ചെയ്യുന്നു. ഈയൊരു യാത്ര സോനാമർഗിൽ നിന്നോ പെഹൽഗാമിൽ നിന്നോ ആരംഭിക്കാവുന്നതാണ്. ഏകദേശം 22 മുതൽ 36 കിലോമീറ്റർ വരെ നീണ്ട ട്രക്കിംഗ്. ജാതിമത വ്യത്യാസമില്ലാതെ പങ്കെടുക്കാം. യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് താമസത്തിനായി ബേസ് ക്യാമ്പുകൾ ഉണ്ട്. ഭക്ഷണവും സേവന സംഘടനകൾ സൗജന്യമായി നൽകുന്നതാണ്. മെഡിക്കലും എടുത്ത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ട് വേണം യാത്രയിൽ പങ്കെടുക്കാൻ. അങ്ങനെ ചെക്കിങ്ങും കഴിഞ്ഞ് പെഹൽഗാമിലേക്ക്. പെഹൽഗാമിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും എന്റെ ഫേവറേറ്റ് എന്നും ബേതാബുവാലി തന്നെയാണ്. പെഹൽഗാമിൽ എത്തിയാൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. 1983 പുറത്തിറങ്ങിയ ബേതാബ് എന്ന ഹിന്ദി സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് ബേതാബുവാലി എന്നറിയപ്പെട്ടത്. ചുറ്റും വലിയ മലനിരകൾ, താഴെ പച്ചപ്പ് നിറഞ്ഞ വാലികൾ, അരികിലായി തണുത്തൊരു നദി. ബോളിവുഡിന് സെറ്റ് ഇട്ടതുപോലെയുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീ ഉള്ളത്. നദിയുടെ കുറുകെ കിടക്കാനായി മരത്തിന്റെ നല്ലൊരു പാലം. പല സ്ഥലത്തും പലവരും ടെന്റുകൾ അടിച്ചിരിക്കുന്നു. വൈകുന്നേരങ്ങളിലെ വിനോദങ്ങളിലായി പല കളികളിലായി പലരും ഏർപ്പെട്ടിരിക്കുന്നു. ഇനി നടക്കാൻ കഴിയാത്തവർക്ക് തള്ളാനായി തള്ളുവണ്ടി വരെ ഇവിടെ ഉണ്ട്. എന്തായാലും കശ്മീർ വിസിറ്റ് ചെയ്യുന്നവര് ബേതാബുവാലി മിസ് ചെയ്യണ്ട. അപ്പോൾ ശരി, ബാക്കി നാളെ.